ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വിവിധ മണ്ഡലങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥികളുടെ പ്രചാരണം സജീവമായി. അല്പം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണ് രംഗത്തുള്ളതെന്ന ആത്മവിശ്വാസം ബിജെപിക്കുണ്ട്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന്റെ പ്രചാരണ വേദിയിൽ നിന്ന് VS അനുവും കണ്ണൂരിൽ CK പത്മനാഭന്റെ പ്രചാരണ സ്ഥലത്ത് നിന്ന് മനു ഭരത്തും ചേരുന്നു. ആദ്യം മനുവിലേക്ക്. മനു, ഇന്നലെ രാത്രിയോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പക്ഷേ രാവിലെ തന്നെ പ്രചാരണത്തിൽ സജീവമാവുകയാണോ CK പത്മനാഭൻ? സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ തന്റെ മണ്ഡലത്തിൽ സജീവമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് CK പത്മനാഭൻ. നിരവധി തവണ അദ്ദേഹം നിയമസഭയിലേക്കും അതുപോലെ തന്നെ പാർലമെന്റിലേക്കും മത്സരിച്ചിരുന്നു. 3 തവണ നിയമസഭയിലേക്ക്, പാർലമെന്റിലേക്ക് എല്ലാം മത്സരിച്ചതിന്റെ ഒരു കരുത്തങ്ങയ്ക്കുണ്ട്, അതിന്റെ ഒരു അനുഭവ സമ്പത്തുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ കാണുന്നു? ഈ തെരഞ്ഞെടുപ്പ് വിധി നിർണായകമായ ഒരു പോരാട്ടമാണ്. ഭാരതത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം രചിക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പാണിത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണം വരുന്ന 5 വർഷത്തേക്ക് കൂടി പൂർവാധികം പിന്തുണയോടുകൂടി തുടരണം എന്ന ഭാരതത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ അഭിലാഷം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു പോരാട്ടമാണ് നടക്കുന്നത് കണ്ണൂർ പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ. ആ പോരാട്ടത്തിന് ശക്തി പകരാൻ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളും ദേശാഭിമാനികളും തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് ഇതുവരെയുള്ള പ്രവർത്തനത്തിനിടയിൽ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. LDF ഒരു പ്രധാന ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാവരോടും ഒന്നും പറയണം താമരയുടെ കാര്യം. LDF ഒരു പ്രധാന ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത് കോലിബി സഖ്യമാണ്. അത്തരത്തിലൊരു കോലിബി സഖ്യം ഉണ്ട് കേരളത്തിലെന്നും അത് ഈ തെരഞ്ഞെടുപ്പിൽ കച്ചവടം ഉറപ്പിച്ചു എന്നുമാണ്. നോക്കൂ അത് ആ ആരോപണം കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ കേട്ട് തഴമ്പിച്ച ജനങ്ങൾ തള്ളിക്കളഞ്ഞ പരിഹാസ്യമായ ഒരു ആരോപണമാണ്. ആ ആരോപണം അവരുന്നയിക്കുന്നത് അവർക്ക് തന്നെ തിരിച്ചടിയായി തീരും. എനിക്ക് തോന്നുന്നത് അത് ആ പാർട്ടിക്കകത്ത് എന്തെങ്കിലും രഹസ്യമായ അജണ്ട നടപ്പാക്കാൻ അവരുടെ നേതാക്കന്മാർക്ക് താല്പര്യമുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് അവരുടെ ഇത് കാണുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ BJPക്കും നരേന്ദ്രമോദിക്കും എതിരായിട്ട് CPMഉം കോൺഗ്രസുമാണ് സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ഈ ദേശീയ രാഷ്ട്രീയത്തിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു അജണ്ട നരേന്ദ്രമോദിയെ അധികാരത്തിൽ വരുന്നത് തടയുക എന്നത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവരാണ് രഹസ്യമായിട്ട് ധാരണ ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണൂരിൽ എന്തായിരിക്കും പ്രധാനമായി ഉന്നയിക്കുന്ന കണ്ണൂരിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, അതോടൊപ്പം ഈ സമീപകാലത്ത് കേരളത്തിൽ വിശ്വാസികളുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ പിന്നിൽ നിന്ന് കുത്തിയിട്ടുള്ള കോൺഗ്രസിൻ്റെ ചതി, അത് പ്രധാനമായിട്ടും ജനങ്ങൾ അറിയേണ്ടതുണ്ട്. ജനങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. അക്രമ രാഷ്ട്രീയം ഒരു വിഷയമായി BJP അക്രമ രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് വരും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കേണ്ട ദേശീയമായിട്ടുള്ള പ്രധാനപ്പെട്ട അജണ്ടയുണ്ട്. അതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് മറ്റ് കാര്യങ്ങൾ മാത്രം പറയുന്നത് ശരിയല്ല. ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ്, അടുത്ത 5 കൊല്ലം ഭരിക്കാൻ വേണ്ടി പോകുന്ന പാർട്ടിയാണ്. രാഷ്ട്രത്തിൻ്റെ സുരക്ഷ, ദേശത്തിലെ ജനങ്ങളുടെ ജീവിത സൗകര്യം മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഏതായാലും ശബരിമല ഒരു വലിയ വിഷയമായി തീർച്ചയായിട്ടും ആചാര സംരക്ഷണത്തിന് വേണ്ടി വിശ്വാസികൾ നടത്തിയ സമരത്തെ മുന്നിൽ നിന്ന് CPM കുത്തിയെങ്കിൽ പിന്നിൽ നിന്ന് കുത്തിയ വഞ്ചനയുടെ ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിൻ്റെ ഈ നെറുകെട്ട വഞ്ചനയ്ക്കെതിരായിട്ടുള്ള ശക്തമായ നിലപാട് ഞങ്ങൾ തുറന്നു കാണും. 2 വിഷയങ്ങൾ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കും എന്നാണ് CK പത്മനാഭൻ വ്യക്തമാക്കുന്നത്. ഒന്ന് ആചാര സംരക്ഷണത്തിന് വേണ്ടിയുള്ള സമരവും, മറ്റൊന്ന് ഈ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന നയവുമായിരിക്കും തന്റെ പ്രചാരണത്തിൽ പ്രധാനമായും ഉന്നയിക്കുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ശരി, മനു ഭരതാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.